നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ആലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ഭീഷണി. ഇവരെ കൊല്ലം ജില്ലാ ജയിലിൽ നിന്നും മാറ്റി. ജയിലിനകത്തും പുറത്തും ഭീഷണിയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. പത്തനാപുരത്ത് പ്രചാരണം സജീവമാക്കി മുന്നണികൾ. LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ റോഡ് ഷോ നടത്തി. UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല വിവിധ കേന്ദ്രങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു. വയോധികയോട് ലൈംഗിക അതിക്രമം. മയ്യനാട് സ്വദേശി അറസ്റ്റിൽ. വീട്ടിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. വിശദമായ വാർത്തകളിലേക്ക്. ആലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ഭീഷണി. ഇതേ തുടർന്ന് ഇവരെ കൊല്ലം ജില്ലാ ജയിലിൽ നിന്നും മാറ്റി. കേസിലെ 10 പ്രതികളെയും ജില്ലാ ജയിലിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. പ്രതികൾക്ക് ജയിലിനകത്തും പുറത്തും ഭീഷണിയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് ആലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 10 പ്രതികളെയും കൊല്ലം ജില്ലാ ജയിലിൽ നിന്നും മാറ്റി. പ്രതികൾക്ക് ഭീഷണിയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി. പ്രതികൾക്ക് ജയിലിനകത്തും പുറത്തും ഭീഷണിയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ആലുവ അതുലിന്റെ നേതൃത്വത്തിലുള്ള വൈനകം ഗുണ്ടാ സംഘം റിമാൻഡിൽ കഴിയുന്നത് കൊല്ലം ജില്ലാ ജയിലിലാണ്. അതുലിനെ കൊലപ്പെടുത്തിയ കടത്തൂർ സംഘത്തിന് വൈനകം സംഘത്തിന്റെ ഭീഷണിയുണ്ടെന്ന് ഇന്റലിജൻസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. ഏറ്റുമുട്ടൽ സാധ്യത കണക്കിലെടുത്താണ് കടത്തൂർ ഗുണ്ടാ സംഘത്തെ തിരുവനന്തപുരത്തെ ജയിലുകളിലേക്ക് മാറ്റിയത്. ജിം സന്തോഷ് വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയാണ് ജില്ലാ ജയിലിൽ കഴിയുന്നത്. തോട്ട രാജപ്പൻ എന്ന രാജീവടക്കം വൈനകം സംഘത്തിലെ 6 പേർ ജയിലിലുണ്ട്. വൻ സുരക്ഷയിലാണ് ആലുവ അതുൽ കൊലപാതക കേസിലെ പ്രതികളെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആലപ്പുഴ ജില്ലാ കളക്ടറായി K ഇമ്പശേഖർ ചുമതലയേറ്റു. കേരള കേഡറിലെ 2015 ഉദ്യോഗസ്ഥനാണ്. തമിഴ്നാട്ടിലെ നീലഗിരി സ്വദേശിയാണ് ഇമ്പശേഖർ. ആലപ്പുഴ ജില്ലയുടെ 59ാമത് കളക്ടറായി K ഇമ്പശേഖർ ചുമതലയേറ്റു. ചൊവ്വാഴ്ച രാത്രിയാണ് ചുമതലയേറ്റത്. കേരള കേഡറിലെ 2015 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം വിടുതൽ ചെയ്ത മുൻ കളക്ടർ അലക്സ് വർഗീസിൽ നിന്നാണ് ഔദ്യോഗിക ചുമതല സ്വീകരിച്ചത്. കാസർഗോഡ് ജില്ലാ കളക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഇമ്പശേഖർ തമിഴ്നാട് നീലഗിരി സ്വദേശിയാണ്. 2015 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസായി. 2016 കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറായി നിയമിതനായി. ഫോർട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും സബ് കളക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പത്തനാപുരത്ത് പ്രചാരണം സജീവമാക്കി മുന്നണികൾ. LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി റോഡ് ഷോ നടത്തി. UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല വിവിധ കേന്ദ്രങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു. മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പത്തനാപുരത്ത് LDF UDF സ്ഥാനാർത്ഥികൾ പ്രചാരണം കൂടുതൽ സജീവമാക്കി. പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ റോഡ് ഷോ സംഘടിപ്പിച്ചു. വെട്ടിക്കവല ജംഗ്ഷനിൽ നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത്. ചെങ്ങമ്മനാട്, കുന്നിക്കോട്, നെടുവന്നൂർ, പത്തനാപുരം, കടക്കാമൺ വഴി അലിമുക്കിൽ റോഡ് ഷോ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. പത്തനാപുരം പഞ്ചായത്ത് വെട്ടിക്കവല, മേലില, വിളക്കുടി, പട്ടാഴി, വിളക്കുടി പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തിലും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിളക്കുടി പഞ്ചായത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്തത് അതിന്റെ കോൺട്രാക്ടർ കുഴപ്പം കൊണ്ടാണ്, മറ്റു കുഴപ്പങ്ങൾ കൊണ്ടല്ല. എല്ലാ പഞ്ചായത്തിലും മാങ്കോട് കുടിവെള്ള പദ്ധതി എടുത്തതും അതേ കോൺട്രാക്ടറാണ്. അതുകൊണ്ടാണ് ആശങ്ക ഉണ്ടാവുന്നത്. അവിടെയും എത്താവുന്നിടത്തെല്ലാം കുടിവെള്ളം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ ഭാഗങ്ങളെല്ലാം റോഡുകൾ അനുവദിച്ചു. പത്തനാപുരം ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ റോഡ് കുണ്ടയം ഭാഗത്തും അതുപോലെ നമ്മുടെ മൃഗാശുപത്രിയുടെ ഭാഗത്തും എല്ലാം നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ മെമ്പർമാർക്കും രാഷ്ട്രീയം നോക്കാതെ, അവരുടെ രാഷ്ട്രീയം നോക്കാതെ അംഗൻവാടികളും ഐമാസ് സൈറ്റുകളും അവർക്ക് സ്കൂളുകളും മറ്റ് ആവശ്യമായ സബ് സെന്ററുകളും എല്ലാം നൽകിയത് ഗണേഷ് കുമാർ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. 25 വർഷത്തിനിടയിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചേ ഉള്ളൂ. ഒരാൾക്ക് ഈ മാർക്കറ്റിൽ നിന്ന് അഭിമാനത്തോടെ നെഞ്ചിൽ കൈവശാൻ പറയാം, ഒരാളെയെങ്കിലും
ഞാൻ ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ പോലും ഒരു സഹോദരനെ പോലെ കൂടെ നിന്ന് നിങ്ങളിൽ ഒരുവനായി നിന്ന് പോരാടിയതല്ലാതെ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഒരു പെറ്റി കേസ് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രമുഖ വ്യക്തികളെ കെ വി ഗണേഷ് കുമാർ സന്ദർശിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല വിവിധ പ്രദേശങ്ങളിൽ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥന നടത്തി. വെട്ടിക്കവല, സദാനന്ദപുരം, പനവേലി, തലച്ചിറ, കോക്കാട് ഭാഗങ്ങളിലാണ് അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചത്. ഇതിൽ പലരുടെയും വീടുകളിൽ ഞാൻ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിൽ വന്നിട്ടുണ്ടാകാം, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ വന്നിട്ടുണ്ടാകാം, നിങ്ങൾ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാകാം. എന്നെ ക്ഷണിച്ചിട്ടുള്ള എല്ലാ വീട്ടിലേക്ക് സന്തോഷകരമായ എന്ത് അവസരമുണ്ടായാലും എന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കടന്നു വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ദുഃഖകരമായ ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരു മരണമുണ്ടായാൽ, നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ അറിയിച്ചാൽ നിർബന്ധമായി ഞാൻ കടന്നു വന്നിട്ടുണ്ട്. കാരണം പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ UDFൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ടും എല്ലാ മുന്നണികളിലും മത്സരിക്കുമ്പോൾ അവരവരുടെ പ്രകടന പത്രിക വെച്ചുകൊണ്ടാണ് മത്സരിക്കാറുള്ളത്. അപ്പോൾ UDFൻ്റെ പ്രകടന പത്രികയിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTCയിൽ സർക്കാർ ബസ്സിൽ സൗജന്യമായ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ UDFൻ്റെ പ്രകടന പത്രികയിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക് പ്രതിമാസം ജോലി ലഭിക്കുന്നതുവരെ 1000 രൂപ നിരക്കിൽ അവരുടെ പഠനത്തിന് സാമ്പത്തികമായി സഹായിക്കുമെന്ന് നമ്മുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അങ്ങനെ നിരവധിയായ ജനക്ഷേമ പദ്ധതികൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് UDFൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഈ പ്രാവശ്യം മത്സരിക്കുന്നത്. കശുവണ്ടി തൊഴിലാളികളോടും ഓട്ടോറിക്ഷ തൊഴിലാളികളോടും ഉൾപ്പെടെ ജ്യോതികുമാർ ചാമക്കാല വോട്ടഭ്യർത്ഥിച്ചെത്തി. വരും ദിവസങ്ങളിൽ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചാരണങ്ങളുമായി UDF സ്ഥാനാർത്ഥി രംഗത്തെത്തും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വയോധികയോട് ലൈംഗിക അതിക്രമത്തിന് മുതിർന്നയാൾ അറസ്റ്റിൽ. മയ്യനാട് സ്വദേശി രാജുവാണ് അറസ്റ്റിലായത്. വയോധികയുടെ നിലവിളി കേട്ട് മരുമകൾ ഓടിയെത്തിയതോടെ രാജു രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് വീട്ടിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. 64-കാരിയോട് ലൈംഗിക അതിക്രമത്തിന് മുതിർന്ന മയ്യനാട് വലിയവിള നഗർ 111 രാജേഷ് ഭവനിൽ പാറ രാജു എന്ന് വിളിക്കുന്ന രാജു ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം. വയോധിക വീടിനുള്ളിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ ഇയാൾ ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവരുടെ നിലവിളി കേട്ട് മരുമകൾ ഓടിയെത്തി. ഈ സമയം രാജു അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഉടൻ തന്നെ ഇരവിപുരം പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് രാജുവിനെ അയാളുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. പരിക്കേറ്റ വയോധിക കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. അറസ്റ്റ് ചെയ്ത രാജുവിനെ റിമാൻഡ് ചെയ്തു. ഇരവിപുരം SHO ജെ പ്രദീപിന്റെ നേതൃത്വത്തിൽ SIമാരായ അമൽ പ്രസാദ്, ബാബുക്കുട്ടൻ, CPOമാരായ അനീഷ്, രാജീവ്, വൈശാഖൻ, വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വെള്ളാപ്പള്ളി നടേശൻ. തുടർച്ചയായി റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തലിൽ തെറ്റുണ്ടെന്നും അതുകൊണ്ട് അയോഗ്യത നിലനിൽക്കില്ലെന്നുമാണ് അപ്പീലിലെ വെള്ളാപ്പള്ളിയുടെ വാദം. ഇതേസമയം അപ്പീൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന വെള്ളാപ്പള്ളിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ വെള്ളാപ്പള്ളി നടേശൻ അപ്പീൽ നൽകി. തുടർച്ചയായി റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തലിൽ തെറ്റുണ്ടെന്നും അതുകൊണ്ട് അയോഗ്യത നിലനിൽക്കണമെന്നുമാണ് അപ്പീലിൽ വെള്ളാപ്പള്ളി വാദിച്ചത്. എന്നാൽ അപ്പീൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന വെള്ളാപ്പള്ളിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. അപ്പീൽ അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിലപാട്. സ്ഥാനത്ത് നിന്ന് നീക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അപ്പീൽ നൽകിയത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ വെള്ളാപ്പള്ളി ഡിവിഷൻ ബെഞ്ചിലാണ് അപ്പീൽ സമർപ്പിച്ചത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ SNDPക്ക് വേണ്ടി ഹാജരായി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധവും അധികാരപരിധിക്ക് പുറത്തുള്ളതുമാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ വാദം. ന്യൂസ് ഡെസ്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC ധർണ നടത്തി. പെൻഷൻ കുടിശ്ശിക നൽകുക, പെൻഷൻ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കുന്നത്തൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC ആണ് കുന്നത്തൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകുക, മറ്റു പെൻഷൻകാർക്ക് വർദ്ധിപ്പിച്ചതുപോലെ നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ 2000 രൂപയാക്കുക, വരിസംഖ്യയായി അടച്ച തുക തിരിച്ചു നൽകുക, മുടങ്ങിക്കിടക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. RSP സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വ്യത്യസ്ത ആശയധാരയുള്ളവർ ഞങ്ങളെ കേൾക്കുവാൻ, ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, കഴിഞ്ഞ 18 മാസക്കാലമായി നമ്മൾ ജീവിച്ച ജീവിത സാഹചര്യം, നമ്മളുടെ മക്കളുടെ പഠനം, പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെയും പലവ്യഞ്ജനങ്ങളുടെയും വിലക്കയറ്റത്തിൽ
₹1 പെൻഷൻ കിട്ടാതെ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട് അത് പറഞ്ഞാൽ ഭരണകൂടങ്ങൾക്ക് മനസ്സിലാകില്ല എന്നുള്ളത് അധികാരത്തിന്റെ ഉന്മാദാവസ്ഥയാണ്. നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയിട്ടുള്ള അനവധിയായിട്ടുള്ള കളക്ടറേറ്റ് മാർച്ചുകളും സമരങ്ങളും നമുക്കറിയാം. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ എത്രയോ കാലങ്ങളായി സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിരന്തരം പോരാട്ടത്തിൽ നിൽക്കുന്ന ഒരു സമര പ്രസ്ഥാനമാണ്. ആർ ദേവരാജൻ, ചവറ ഹരീഷ്, മാരൂർ രാജൻപിള്ള, തുണ്ടൽ നൌഷാദ്, വൈ ജോൺ, കടപുഴ മാധവൻപിള്ള, ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. യു കലാനാഥൻ, കെ അനുരുദ്ധൻ എന്നിവരുടെ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടത്തി. കേരള യുക്തിവാദി സംഘം കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. കേരള യുക്തിവാദി സംഘം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യു കലാനാഥന്റെ 2ാം ചരമവാർഷികവും കെ അനിരുദ്ധന്റെ 1ാം ചരമവാർഷികവും ആചരിച്ചത്. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിലായിരുന്നു പരിപാടി. കവി കുരീപ്പുഴ ശ്രീകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അടുത്ത കാലത്താണ് കേരളം എന്നുള്ള പേര് കേന്ദ്ര യൂണിയൻ ഗവൺമെന്റ് അംഗീകരിക്കുന്നത്. ഇതുവരെ കേരളം അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും അവർ കേരളം എന്ന് പറഞ്ഞിരുന്നു, കേരള എന്ന് പറഞ്ഞിരുന്നു, നമ്മളൊക്കെ കേരളം എന്ന് പറഞ്ഞിരുന്നു. കേരളം എന്ന് പറഞ്ഞാലും കേരള എന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരെയും അവരെ മദ്രാസികളെന്നാണ് വിളിച്ചിരുന്നത്. എന്തായാലും അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അവകാശവാദമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളാണ് നിങ്ങൾക്ക് കേരളം എന്നുള്ള പേര് തന്നത്. അതൊരു പരിചരാമൻ ഞാനിപ്പോൾ പറയുന്നില്ല എന്നുള്ളൊരു വലിയ ഗുണമുണ്ട്. ഞങ്ങളാണ് നിങ്ങൾക്ക് കേരളം എന്നുള്ള പേര് തന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാൽ അത് മാത്രമല്ല അവരിപ്പോൾ പറഞ്ഞത് മോണലിസയെ 35 കഷ്ണങ്ങളായിട്ട് വെട്ടി നിർത്തുന്നതാണ് അവതരിക്കുന്നത്. മോണലിസ കുംഭമേള കണ്ണിൻ്റെ പ്രത്യേകത പെൺകുട്ടി പാവം അതിവിടെ വന്ന് നാരായണ ഗുരു സ്ഥാപിച്ച ഒരു അമ്പലത്തിനെ വെച്ചാണ് കല്യാണം കഴിക്കുന്നത്. മതം മാറിയിട്ടൊന്നുമില്ല. ലവ് ജിഹാദല്ല. ലവ് ജിഹാദാണെങ്കിൽ അവർ മതം മാറണം. മതം മാറിയിട്ടൊന്നുമില്ല. അല്ലാതെ തന്നെ അവർ വ്യക്തിത്വത്തോടുകൂടി കല്യാണം കഴിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ 35 കഷ്ണമായിട്ട് വെട്ടിക്കൊല്ലുമെന്നാണ് ഒരു ഹിന്ദുമത തീവ്രവാദി സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ആരാണ്? ആദ്യം നമ്മൾ കേരളീയരാണ്. ജില്ലാ സെക്രട്ടറി ജി സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പതാരം മോഹനൻ അധ്യക്ഷത വഹിച്ചു. യുക്തിവാദി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് മാനവം, എ അയ്യപ്പൻ, ബിനുകുമാർ, ത്രേസ്യ എൻ ജോൺ, താജ് ഗോപാൽ, ചാർവാകം സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന് സ്വീകരണം നൽകി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചവറയിലെത്തിയ ഷിബു ബേബി ജോണിനാണ് UDF നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകിയത്. RSPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചവറയിലെത്തിയ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിനാണ് UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകിയത്. നേതാക്കളും പ്രവർത്തകരും അണിനിരുന്ന പ്രകടനത്തിനൊപ്പം ഷിബു ബേബി ജോണും ചേർന്നു. ചവറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തട്ടാശ്ശേരി ജംഗ്ഷനിൽ സമാപിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളിലൊന്നാണ് ചവറയെങ്കിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിർഭാഗ്യകരമായി ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ സീറ്റ് നഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം ഞങ്ങൾ വിലയിരുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് അവർ തയ്യാറാകാതെ അരാഷ്ട്രീയമായി പോരാട്ടം കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് പരാജയ കാരണം. ഇന്നലെയും CPMന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള കെൽപ്പ് അവർക്ക് ചവറയിലില്ല എന്നാണ് ഇന്നലെ തെളിയിച്ചത്. RSPയുടെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ 2 തവണയായിട്ട് മത്സരിപ്പിച്ച് അത് വിജയം നേടി. അതുകൊണ്ട് ഇത്തവണ അത് ആവർത്തിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ചവറ മണ്ണിൽ നടക്കില്ല. ഐക്യജനാധിപത്യ മുന്നണി പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടം, കേരളം ആര് ഭരിക്കണമെന്നുള്ള പോരാട്ടം UDFും LDFുമുള്ള രാഷ്ട്രീയ പോരാട്ടമായി തന്നെ ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തിനൊത്ത വിജയം ഈ മണ്ണിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF നിയോജകമണ്ഡലം ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, കൺവീനർ ജസ്റ്റിൻ ജോൺ, സെക്രട്ടറി പൊന്മന നിശാന്ത, സന്തോഷ് തുപ്പാശ്ശേരി, ചവറ ഗോപകുമാർ, കോഞ്ചേരിൽ ശംസുദ്ദീൻ, ചക്കിനാൽ സനൽ, R ജയകുമാർ, മേച്ചേത്ത് ഗിരീഷ്, AM സാലി, CP സുധീഷ് കുമാർ, C ഉണ്ണികൃഷ്ണൻ, സക്കീർ ഹുസൈൻ, കോക്കാട്ട് റഹീം, വാഴയിൽ അസീസ്, ഷംല നൌഷാദ്, S അനിൽ, B ശിവലാൽ, അംബികാദേവി, I ജയലക്ഷ്മി, കിണറുവിള സലാഹുദ്ദീൻ, ശരത് പട്ടത്താനം, അനന്തൻ പന്മന, മനോജ് പന്താവിള, സിയാദ് കോയിവിള, S ശാലിനി, R ജിജി, സുനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ.
ഗ്രാമീണ മേഖലയിൽ കൂടുതൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയതായി മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കൊട്ടാരക്കരയിൽ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം 30 ലക്ഷം സ്ത്രീകൾക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. തൃക്കണ്ണമംഗൽ IPC MC റോഡ് ഉദ്ഘാടനവും MC റോഡ്, അയണിമോട്, മടന്തക്കോണ റോഡ്, മുക്കോട്, ഈയങ്കുന്ന് റോഡ് എന്നിവയുടെ നിർമ്മാണോദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കര ഹൈടെക് മാർക്കറ്റ് ഉടൻ നാടിന് സമർപ്പിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം 30 ലക്ഷം സ്ത്രീകൾക്ക് ലഭ്യമാക്കും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. KSRTC ജീവനക്കാർക്ക് DA നൽകും. R. ബാലകൃഷ്ണപിള്ള സാംസ്കാരിക നിലയത്തിന്റെയും മുനിസിപ്പൽ ടൗൺ സ്ക്വയറിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. 8 ലക്ഷം രൂപ അനുവദിച്ച MC റോഡിൽ നിന്നുള്ള ഒരു പുതിയ റോഡ്, അത് ഇതിനേക്കാളും വലിയ റോഡായിരിക്കും. ഈ BMBC ആണ്, അല്ലെ, കുറച്ചുകൂടെ കോൺക്രീറ്റ് അല്ല, നിർമ്മാണത്തിന് ചെറിയ വ്യത്യാസമുള്ള രീതിയാണ്. BMBC അല്ല, പക്ഷെ PWD സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള റോഡാണ്. ഇത് വരുമ്പോ ഇപ്പൊ തന്നെ തൊട്ടപ്പുറത്തുനിന്ന് കയറി പോകുന്ന റോഡ് അങ്ങ് നെല്ലിക്കുന്നത്തേക്ക് കണക്ട് ചെയ്യാനും ഗാന്ധിമുക്കിലേക്കും നമ്മുടെ കോടതിയുടെ അവിടത്തേക്ക് പോകുന്ന റോഡുകൾ വളരെ നല്ല റോഡുകൾ ആ ഭാഗത്ത് വന്നിട്ടുണ്ട്. അവിടെയുള്ള ആളുകൾ പറയുന്നതിന് എയർപോർട്ട് റോഡെന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. കാരണം സദാനന്ദപുരത്ത് കയറാൻ റോഡുണ്ട്, എയർപോർട്ടുണ്ട്. നല്ല നിലവാരത്തിലുള്ള റോഡുകളാണ്. പ്രത്യേകിച്ച് ഈ സ്ഥലമൊക്കെ കുറച്ച് താഴ്ന്നു കിടക്കുന്ന വെള്ളക്കെട്ട് ഉണ്ടാവുന്ന സ്ഥലങ്ങളായതുകൊണ്ട് റോഡുകൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള റോഡുകളൊക്കെ നന്നായിട്ട് പണിയണം. അതുകൊണ്ടായിരിക്കും കോൺക്രീറ്റ് റോഡായിട്ട് തന്നെ ഇവിടെ പണിയുന്നത്. അപ്പൊ ഈ റോഡുകൾ നാട്ടിൻപുറത്തെ കൊട്ടാരക്കരയിൽ ധാരാളം ചെറിയ റോഡുകളും സ്ഥലങ്ങളും ഉണ്ട്. മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ധാരാളം ഭൂമിയുണ്ട്. ആ വികസന കാര്യങ്ങൾ പറയണം. ഞാൻ അതിന്റെ കാര്യങ്ങളെപ്പറ്റി ഒന്നും സമയമെടുത്ത് പറയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് നിന്നാൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ഈ മേഖലയിലെ യാത്രാ സൗകര്യം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ധാരാളം ആളുകൾ വരികയാണ് താമസിക്കാൻ. കൊട്ടാരക്കരയിൽ കൂടുതൽ വീടുകളുടെ ആവശ്യം വരുന്നു, കൂടുതൽ ഫ്ളാറ്റുകളുടെ ആവശ്യം വരുന്നു. കാരണം ഇവിടെയുള്ള ആളുകൾക്ക് പുതിയ ജോലി കിട്ടാനുള്ള പുതിയ സംവിധാനങ്ങൾ ധാരാളം വരുന്നു. അത് നമ്മുടെ ഈ ഗ്രാമീണ സ്വഭാവമുള്ള ഈ പട്ടണത്തെ, ചെറുപട്ടണത്തെ ശരിക്കും ഒരു നല്ല പട്ടണം എന്ന നിലയിലേക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്ന, സാധാരണക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം കിട്ടുന്ന ഒരു നഗരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ പശ്ചാത്തലം ഉണ്ടാക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് IPC MC റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 68 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് MC റോഡ്, അയണിമോട്, മടന്തക്കോണം, മുക്കോട്, ഈയങ്കുന്ന് റോഡുകൾ നിർമ്മിക്കുന്നത്. കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ അനിത ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ A. ഷാജു, ലീന ഉമ്മൻ, ആൻസിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് സന്ദീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലാണ് പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയത്. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. കേസിൽ 70-ലധികം സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. തീർച്ചയായും ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കൊല ചെയ്യപ്പെട്ട വ്യക്തി ഒരു പാവപ്പെട്ട ഒരു ഹെൽപ്ലെസ് ഈ സഹായിക്കാൻ വേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. വെളുപ്പിനെ 4 മണിക്ക് സ്വന്തം ആശുപത്രിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ, തനിക്ക് മുമ്പിൽ വന്ന ഒരു പേഷ്യന്റിനെ ചികിത്സിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർ, ആ ഡോക്ടറെ തന്നെ ആ പേഷ്യന്റ് കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് അപൂർവങ്ങളായി എത്തേണ്ടതാണ്, അല്ലെങ്കിൽ കണക്കൂട്ടേണ്ടതാണ് എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. രണ്ടാമത്, ഇപ്രകാരം ഒരു കുറ്റകൃത്യം നടത്തുന്നതിന് വേണ്ടി പ്രതി തിരഞ്ഞെടുത്ത വേദി, അതും ഈ കേസിനകത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാരണം ഒരു ഹോസ്പിറ്റൽ തന്നെ ഇപ്രകാരം ഒരു വലിയ കുറ്റകൃത്യത്തിന് വേദിയായി കണ്ടെടുത്ത അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ആ പ്രതിയുടെ പ്രവൃത്തിയും അപൂർവത്തിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. കേസ് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് DYSP MM ജോസ് ആയിരുന്നു. നിസ്സഹായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഈ കേസിൽ പ്രോസിക്യൂഷനും പോലീസും ഒത്തുചേർന്ന് വളരെ ഇണക്കത്തോടെ ഈ ശ്രമകരമായ ഈ പ്രയത്നത്തെ ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഹാജരായ പ്രതാപ് പടിക്കൽ സാറ് വളരെയധികം അഹോരാത്രം അദ്ദേഹത്തിന്റെ ടീമും വളരെയധികം പ്രയത്നിച്ചു എന്നുള്ളതിന് തെളിവാണ് ഇന്നത്തെ ഈ കോടതിയുടെ ഈ കണ്ടെത്തലുകൾ. കാരണം ഇത് വളരെയധികം ചലഞ്ചിങ് ആയ ഒരു കേസായിരുന്നു. പോലീസ് സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഒരു മോട്ടീവ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെ ഒരാൾ പ്രതി കൊലപ്പെടുത്തുമ്പോൾ അതിലേക്ക് തെളിവുകൾ ശേഖരിക്കുക എന്ന് വളരെ ശ്രമകരമായിരുന്നു. ഇതിലേക്ക് കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥ നിലയ്ക്ക് എന്നെ ചുമതലപ്പെടുത്തി എന്റെ മേലുദ്യോഗസ്ഥരിൽ അർപ്പിച്ച വിശ്വാസവും എന്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിന്റെ വളരെ ശ്രമകരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്.
2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ സന്ദീപ് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. 3 വർഷം നീണ്ട കോടതി നടപടികൾക്ക് ഒടുവിലാണ് വിധി. കുടവട്ടൂർ സ്വദേശി സന്ദീപിനെ പൂയപ്പള്ളി പോലീസ് വൈദ്യപരിശോധനയ്ക്കായാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മുറിവ് കെട്ടുന്നതിനിടെ അക്രമാസക്തനായ ഇയാൾ അവിടെ ഉണ്ടായിരുന്ന സർജിക്കൽ കത്രിക കൈക്കലാക്കി പോലീസുകാരെയും കൂടെ വന്നയാളെയും ആക്രമിച്ചു. മറ്റുള്ളവർ ഓടിമാറിയപ്പോൾ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിന് രക്ഷപ്പെടാനായില്ല. വന്ദനയെ തടഞ്ഞു നിർത്തി നെഞ്ചിലും മുതുകിലും കഴുത്തിലുമായി പലതവണ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അധികം വൈകാതെ മരണവും സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ പ്രചാരണം ആരംഭിച്ചു. റോഡ് ഷോയോടെയാണ് പ്രചാരണം ആരംഭിച്ചത്. DCC ഓഫീസിൽ നിന്നുമാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ റോഡ് ഷോയോടെയാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രചാരണം DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇനി സാങ്കേതികമായി വിജയിക്കുള്ളൂ. 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനം ഭരിച്ചു മുടിച്ച സമസ്ത മേഖലകളെയും തകർത്ത ജനജീവിതം ദുസ്സഹമാക്കിയ ഈ സർക്കാർ മാറണം എന്ന് കേരളത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എത്രയോ നേതാക്കൾ അവരുടെ ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുവാൻ, കുടി വിളിക്കുവാൻ, പോസ്റ്ററൊട്ടിക്കുവാൻ കുഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, സമുന്നതരായ നേതാക്കന്മാർ കേരളത്തിലെമ്പാടും കോൺഗ്രസിലേക്ക് കടന്നു വരികയാണ്. കുറെ ആളുകൾ BJPയിലേക്ക് പോകുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി തകർച്ചയുടെ ഈ നിർഭരം അവസാനിക്കും. ഞങ്ങൾ ബിന്ദുകൃഷ്ണയെ കൊല്ലം അസംബ്ലി നിയോജകമണ്ഡലത്തെ സ്ഥാനാർത്ഥിയായി ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ അവരുടെ വിശദീകരിക്കണമല്ലോ. രാഷ്ട്രീയ ജീവിതം രാജ്യത്തിന് വേണ്ടി അർപ്പിച്ച 24 മണിക്കൂർ പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതത്തിന്റെ ഉടമയാണ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. ഈ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ചിന്നക്കട ബീച്ച് റോഡ് വഴി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. പ്രിയപ്പെട്ട സാരഥി ബിന്ദു കൃഷ്ണ കടന്നു വരികയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ആകാശമിത കടന്നു വരികയാണ്. കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ആശ്രാമം ലിങ്ക് റോഡിലാണ് പര്യടനം സമാപിച്ചത്. മേയർ AK ഹഫീസ്, UDF നേതാക്കളായ ഉണ്ണികൃഷ്ണൻ പ്രതാപൻ, കുരീപ്പുഴ മോഹനൻ, തേവള്ളി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലത്തിന് മുമ്പ് 2021 മെയ് മാസത്തിൽ അന്ന് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ നേരിയ പരാജയത്തിൽ ഇവിടെ നിന്ന് ജയിക്കാതെ വന്നപ്പോൾ അല്പം പോലും തകരാതെ നാളെ ഈ നാടിന്റെ എല്ലാം ആയി ഒപ്പമുണ്ടാകും എന്ന സന്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ആലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ഭീഷണി. ഇവരെ കൊല്ലം ജില്ലാ ജയിലിൽ നിന്നും മാറ്റി. ജയിലിനകത്തും പുറത്തും ഭീഷണിയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. പത്തനാപുരത്ത് പ്രചാരണം സജീവമാക്കി മുന്നണികൾ. LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ റോഡ് ഷോ നടത്തി. UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല വിവിധ കേന്ദ്രങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു. വയോധികയോട് ലൈംഗിക അതിക്രമം. മയ്യനാട് സ്വദേശി അറസ്റ്റിൽ. വീട്ടിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.